പാവകളുടെ ദ്വീപ്. കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആണ്, എന്നാൽ സത്യമായിട്ടുള്ള കാര്യമാണ്. സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കൻ സിറ്റിയിലെ സോച്ചിമിൽക്കോ എന്ന സ്ഥലത്താണ്. ആയിരക്കണക്കിന് ഡോള് മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് സ്കാറ്റേർഡ് ആയിട്ട് അലങ്കരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഐലൻഡ് ഒരു ഫീച്ചർ കൂടെയാണ്. ഈ ഡോൾസ് എന്ന് പറയുന്നത് കുറച്ച് സ്കേറി ടൈപ്പ് ആണ്. കൈകാലുകളൊക്കെ വെട്ടി ഒരു വികൃത രൂപത്തിലാണ് ഈ ട്രീസിലും എല്ലാം ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഇതിന്റെ പുറകെ ഒരു സ്റ്റോറി ഉണ്ട്. 1950 ഐലൻഡിന്റെ കെയർടേക്കർ ആയ ഡോൺ ജൂലിയൻ സെന്റന ബറയ എന്ന വ്യക്തി ഒരു ദിവസം ഐലൻഡിലെ കനാലിൽ മുങ്ങി മരിച്ച ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു. പിറ്റേ ദിവസം ആ സെയിം കനാലിൽ ഒരു പാവാകുന്നതായിട്ട് കണ്ടു. മരിച്ച പെൺകുട്ടിയുടേതാവും എന്ന് കരുതി ആ ഡോളിനെ ഒരു മരത്തിൽ തൂക്കി. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിനെ ശമിപ്പിക്കുവാൻ അവിടെ കുറച്ച് ഡോളുകളെ കണ്ടെത്തുകയും ഐലൻഡിൽ നിന്നും അദ്ദേഹം ഡോളുകളെ ശേഖരിക്കാൻ തുടങ്ങി. കണ്ടെത്തിയ ഈ ഡോളുകൾ ഐലൻഡിലെ തൂക്കിയിടുകയും ചെയ്തു. 2001 ഈ ബെരേര മരിക്കുകയും ചെയ്തു. ആ കുട്ടി എവിടെയാണോ മുങ്ങി മരിച്ചത് അതേ സ്ഥലത്തു നിന്നാണ് ഈ ബെരേരയുടെ ബോഡിയും കണ്ടെത്തിയത്. മരണത്തിന് ശേഷം തന്റെ ഫാമിലി അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റി. ഐലൻഡ് ഓഫ് ഡോൾ എന്ന് അറിയപ്പെട്ട വിസിറ്റേഴ്സ് അവിടെ വിസിറ്റ് ചെയ്യുകയും അവർക്കൊരു ഈവിൽ സ്പിരിറ്റ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന്